അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം. അപ്പൊ ഡിപ്രഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതെങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇതെങ്ങനെയെല്ലാം നിയന്ത്രിക്കാം, അതുപോലെ ഇതെങ്ങനെയെല്ലാം ചികിത്സിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക ആരോഗ്യ പ്രശ്നമാണ്. ഇതൊരു സാധാരണ ദുഃഖമല്ല, ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ദുഃഖമാണ് ഈ ഡിപ്രഷൻ. അപ്പൊ ഈ ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട്, അതായത് ഇപ്പൊ നമുക്ക് മനസ്സിന് ഒരു ബാരിക്കേഡ് തോന്നുക, നിരന്തരമായിട്ടുള്ള വിഷമം, അതായത് നിരന്തരമായിട്ട് ദുഃഖം നമ്മൾ അനുഭവിക്കുക, അതുപോലെ ഒരു ഊർജ്ജക്കുറവ് വരിക, പിന്നെ സ്വയം കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, എല്ലാ കാര്യങ്ങൾക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത വരിക. ഡിപ്രഷന്റെ കാരണങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഡിപ്രഷനുള്ള ഒരു വ്യക്തിക്ക് ജീവിത സമ്മർദ്ദം മൂലം ഈ ഒരു ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളെ റിലേറ്റീവ്സിൽ വല്ല പ്രോബ്ലംസോ, റിലേഷൻഷിപ്പിൽ വല്ല ഇഷ്യൂസോ, അതുപോലെ ജോബിൽ വല്ല ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ട്രോമാറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങൾ, അതായത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ, അതായത് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, എത്രയും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തായിക്കോട്ടെ, ഇനി റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആരെങ്കിലും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കൊരു ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ അതായത് മസ്തിഷ്കത്തിലെ രാസവസ്തുക്കളുടെ അസന്തുലിതം മൂലം നമുക്ക് ഈ ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇതിന്റെ ചികിത്സ നിയന്ത്രണവും എന്താന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ചികിത്സ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, പിന്നെ CBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്നാണ് CBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു സപ്പോർട്ടീവ് തെറാപ്പി, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡിപ്രഷനെ നിയന്ത്രിക്കാൻ പറ്റും.